ഞാൻ അടക്കമുള്ള പേരൻസ് ഫേസ് ചെയ്യുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒരു പ്രോബ്ലമാണ് നമ്മുടെ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ. പല രീതിയിൽ നമ്മളത് ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ പഠിത്തത്തെ ബാധിക്കുന്നുണ്ട്. ഇവരെ മറ്റുള്ളൊരു കാര്യങ്ങളിൽ ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള പല ആക്ടിവിറ്റികളിൽ നിന്നൊക്കെ പിള്ളേർ മാറിയിട്ട് അധിക സമയം ഈ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ടി വിയിലോ ഒക്കെ ചിലവഴിക്കുന്നത് നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം തരുന്നുണ്ടല്ലേ. ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഇതിൻ്റെ കാരണക്കാരല്ലേ. കൊച്ചു പ്രായത്തിൽ പിള്ളേർ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പണ്ടുള്ള രീതി ഉണ്ടല്ലോ, പണ്ട് കാക്ക പൂച്ച അമ്പിളി മമൻ എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ടിരുന്ന് ഭക്ഷണം കൊടുക്കുന്ന രീതി വിട്ടിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോൺ എടുത്ത് അതിലേക്ക് എന്തെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് ഇവർ മുമ്പിൽ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈ കിട്ടുന്ന എന്തും കഴിച്ചോളും അല്ലേ. അങ്ങനെ കഴിപ്പിച്ച് പിന്നീട് അതൊരു ഹാബിറ്റായി മാറി. പിന്നെ ഈ കോവിഡ് സമയത്ത് ഒരു മനുഷ്യനും ഫോൺ അതൊരു ഉപയോഗിക്കാതെ ഇരുന്ന ഫോൺ അതൊരു ഉപയോഗിച്ചിട്ടില്ലാത്ത കുട്ടികൾ വരെ ആ സമയത്ത് പുതിയ ഫോൺ വാങ്ങി നമ്മൾ കൊടുത്തവരെ കൊണ്ട് ഉപയോഗിപ്പിക്കേണ്ട അവസ്ഥ വന്നുല്ലേ. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഈ അവസ്ഥയിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥയിൽ എങ്ങനെ കരകയറാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കരകയറിൽ ഒരു ഹെർക്കുലിയൻ ടാസ്കാണ്. കരകയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള സമയത്ത് കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തില്ലെങ്കിലും പുറത്തോട്ടിറങ്ങി അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ ഒക്കെ പോകുന്ന സമയത്തൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്ന മറ്റുള്ള കുട്ടികളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ കുട്ടി ഒറ്റപ്പെടുകയും അനാവശ്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദം കൊച്ചിനുണ്ടാവുകയും ചെയ്യൂലേ. ഞാൻ ആലോചിക്കുമ്പോൾ ഈ കുട്ടികൾ കാണുന്ന കണ്ടൻറ്റുകളിൽ നമുക്കൊന്ന് ഇടപെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അത്രത്തോളം ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഉപകാരപ്രദമായിട്ട് രീതിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. കണ്ടൻ്റാണല്ലോ പ്രശ്നം. ആൾക്കാർ മൊബൈൽ ഫോണിൽ പലതും കാണുന്നുണ്ടല്ലേ. സീരിയൽ കാണുന്നവരുണ്ട്, ഗെയിം കാണുന്നവരുണ്ട്, പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഒരു ഫൺ എലമെൻ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കും അവർ. അപ്പോൾ ആ രീതിയിൽ എഡിഫൈങ് ആണ്. പക്ഷേ ഉണ്ടല്ലോ തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ. ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോണ് ഉപയോഗിക്കാൻ പറ്റും. ഈ കണ്ടൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളുടെ ഏത് ടൈപ്പ് കുട്ടി ഉണ്ടല്ലോ, ഓരോ കുട്ടികൾ ഓരോ രീതിയല്ലേ. ചിലവർക്ക് ഒരുപാട് ഗെയിമിനോട് താല്പര്യമുള്ളവരുണ്ട്. കുറേ പേര് ഈ ടൈപ്പ് സീരിയൽസിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടല്ലേ. ഈ ബ്ലൂയി പോലത്തെ കൊച്ചു കുട്ടികളാണെങ്കിൽ ബ്ലൂയി പോലത്തെ, അല്ലെങ്കിൽ ഒക്ടോനോട്ട്സ് പോലത്തെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ വൈൽഡ് ക്രാറ്റ് തുടങ്ങി ആ രീതിയിലുള്ള സീരീസൊക്കെ കുറേ കൂടെയൊക്കെ എഡിഫൈങ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുള്ള കുട്ടികളെ തമാശയിലൂടെ അവരിലൊരു ക്യൂരിയോസിറ്റി വളർത്തിക്കൊണ്ട് വന്ന് അവർ ചിന്തിക്കാനൊക്കെ ഉണ്ടല്ലോ, അവർ പോക്ക് ചെയ്ത് വിടുന്ന ഉണ്ടല്ലോ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ടൈപ്പ് കണ്ടൻറ്റുകളൊക്കെ തരുന്ന ടൈപ്പ് ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവും. ഈ തരത്തിൽ അവർ കാണുന്ന കണ്ടൻറ്റുകളിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇച്ചിരി എഫോർട്ട് ഇടുകയാണെങ്കിലുണ്ടല്ലോ, ഈ കുട്ടികൾ കാണുന്ന ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കിങ്ങിൽ താല്പര്യമുള്ള കൊച്ചു കുട്ടികളുണ്ട് കേട്ടോ. അതായത് എൻ്റെ സിസ്റ്റർ മകനുണ്ട്, അവന് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവൻ്റെ ഏജിന് പറ്റിയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, അവന് ഏജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ആൾ കാണുവാണെങ്കിൽ അതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനൊക്കെ അവന് താല്പര്യം തോന്നും. ആ രീതിയിലുള്ള കണ്ടൻറ്റുകൾ ആ രീതിയിൽ താല്പര്യം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ക്രാഫ്റ്റുകൾ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സാധനങ്ങൾ ചെയ്യുക, ഈ ക്ലേ വെച്ചും പല രീതിയിലുള്ള ഷേപ്പുകൾ ഉണ്ടാക്കുക, ഈ രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ ഉള്ള ചാനലുകളുണ്ട്. ആ രീതിയിൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചറിലും ഈ തരത്തിൽ താല്പര്യമുള്ള ആളുകളാണോ എന്ന് നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, കുട്ടി പറയുകയാണ് നമ്മളോട് ഒന്നും നിസ്സാരമായിട്ടുള്ള ഒരു തീപ്പെട്ടി വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുമെന്ന് പറയാതെ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, നമ്മൾ മേടിച്ച് കൊടുക്കുക, വീട്ടിലില്ലെങ്കിൽ മേടിച്ച് കൊടുക്കുക. ചെറിയ എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു സ്ട്രോ ആയിക്കോട്ടെ ഉണ്ടല്ലോ, നമ്മൾ കാണാറില്ലേ ചെറിയ മുത്തുകൾ വെച്ചിട്ട്, സ്ട്രോ വെച്ചിട്ട്, തീപ്പെട്ടിക്കോൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ക്രാഫ്റ്റുകൾ. ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഇവരെ ഈ കാണുന്ന വീഡിയോയിൽ നിന്ന് കാണുന്ന കണ്ടൻറ്റുകൾ ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തമായി ചെയ്തു നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഉണ്ടല്ലോ എൻകറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള കണ്ടൻറ്റുകളിലേക്ക് മാറ്റുക.
ഗെയിമിഫൈഡ് കണ്ടൻസ് ഉണ്ടല്ലോ, ചില ഗെയിമുകളിലൊക്കെ നമ്മൾ റിയൽ ലൈഫായിട്ട് കണ്ടൻറ്റ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുന്ന രീതികളുണ്ടല്ലോ, ആ രീതിയിൽ പറ്റിയ കണ്ടൻറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇവർ കാണുന്ന കണ്ടൻറ്റുകളിൽ യൂസ്ലെസ് ആയിട്ടുള്ള ബ്രെയിൻ റോട്ടായിട്ടുള്ള കണ്ടൻറ്റുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റിലേക്കൊക്കെ ഇവരെ കാഴ്ച എത്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഇവർ ഫോൺ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഗ്രാജുവലി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ യൂട്യൂബിൻ്റെയൊക്കെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ എന്ത് രീതിയിലുള്ള കണ്ടൻറ്റാണോ കാണുന്നത് ആ രീതിയിലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും, കൂടുതൽ തന്നുകൊണ്ടിരിക്കും അല്ലേ. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യമില്ലാത്ത കണ്ടൻറ്റുകളൊക്കെ അതിൽ വരുവാണെങ്കിൽ നമുക്ക് കാണാമല്ലോ, നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ജങ്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഒരു രീതിയിലും താല്പര്യമില്ലാത്ത ടൈപ്പ് കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാം. അപ്പം ഒരു തവണ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നാളെ നമുക്ക് ആ രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്രാജുവലി നമ്മളെ കുട്ടികൾ കാണുന്നത് ഈ തരത്തിലുള്ള കണ്ടൻറ്റുകൾ മാത്രം കുട്ടികളിലേക്ക് ചെല്ലുകയും അവർ അതിൽ എൻഗേജ് ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമില്ല എന്ന് മാത്രമല്ല, നമുക്ക് അവരെ ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് കണ്ടൻറ്റുകൾ ഉണ്ടല്ലോ, തോട്ട് പ്രൊവോക്കിംഗ് കണ്ടൻറ്റുകൾ, അവർക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകളൊക്കെ ആയിരിക്കും അവർ കാണുക. നമ്മൾ ഫോൺ ഇവർ ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് ഇവരെ ഒന്നും ഉണ്ടല്ലോ അതൊന്നും അവർ തടയേണ്ട ആവശ്യം വരത്തില്ല.